ഇന്ന് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നമ്മൾ മലയാളികൾ ഭക്ഷണത്തിന് കൊടുക്കുന്നതിൻ്റെ പകുതി പ്രാധാന്യം പോലും ഭക്ഷണത്തിൻ്റെ സുരക്ഷിതത്വത്തിന് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. സ്കൂൾ തുറന്ന ഈ അവസരത്തിൽ എല്ലാ വീട്ടിലും മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത് വളരെ സംഭവബഹുലം തന്നെയായിരിക്കും. മറ്റൊന്നും കൊണ്ടും തന്നെയല്ല, ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള തർക്കങ്ങൾ. സാധാരണയായി നമ്മൾ പണ്ട് മുതലേ പിന്തുടർന്നു വന്ന ഒരു സിസ്റ്റമുണ്ട്, ഫുഡ് സിസ്റ്റമുണ്ട് അല്ലേ? എന്തായിരുന്നു അത്? പുട്ട്, കടല, ദോശ, ചെറുപയർ, ഇഡ്ഡലി, സാമ്പാർ, ഇങ്ങനെ കാർബോഹൈഡ്രേറ്റും അതുപോലെ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സിസ്റ്റമാണ് നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ തുടർന്ന് വന്നിരുന്നത്. പക്ഷെ ഇന്ന് അതാണോ നമ്മുടെ അടുക്കളയിൽ കാണുന്നത്? അധിക വീടുകളിലും ചെയ്യുന്നത് തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. തലേ ദിവസത്തെ ചിക്കൻ കറി, തലേ ദിവസം ബാക്കി രാത്രി കഴിച്ചിട്ടുള്ള മന്തി, അതുപോലെ ബ്രോസ്റ്റ്, ചിക്കൻ പൊരിച്ചത്, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള മൈദ കൊണ്ടുള്ള വിഭവങ്ങളായിട്ടുള്ള ബ്രെഡ്, ബണ്ണ്, നൂഡിൽസ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം. പക്ഷേ ഇത്തരം ഇഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരു പരിധി വരെ നമ്മൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ്. അന്നത്തെ ഒരു ദിവസം അവരുടെ ഓർമ്മശക്തി നിലനിർത്തുന്നത്, അതുപോലെ ബ്രെയിൻ ആക്റ്റീവായിട്ട് അവർക്ക് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള മന്തിയോ ബിരിയാണിയോ ഇത്തരം കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. സ്കൂളിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ലഞ്ച് ബോക്സ് തുറക്കുന്നത് കുട്ടികൾക്കൊരു അഭിമാനമാണ്. കാരണം അവരുടെ ലഞ്ച് ബോക്സിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഈ മന്തിയാണ്, അല്ലെങ്കിൽ അൽഫാമ ആയിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ പീസായിരിക്കാം. ഇത് വളരെ അഭിമാനത്തോടു കൂടി അവർ തുറക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തയച്ചതിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന പാരൻസും. ഈ ഒരു സന്തോഷം പിന്നീടാണ് ദോഷമാവുന്നതെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഭക്ഷണം പാചകം ചെയ്ത് ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും, നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ഫുഡാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൽ ബാക്ടീരിയകൾ വളർന്നു തുടങ്ങും. ഇത്തരം സാഹചര്യത്തിൽ തലേ ദിവസം പാചകം ചെയ്ത ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നെങ്കിൽ കൂടി രാവിലെ നമ്മൾ ടിഫിൻ ബോക്സിൽ ആക്കി കൊടുത്ത ഭക്ഷണം ഉച്ചയാവുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവർക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് പകരം അല്ലേ, അവർക്ക് എന്താണ് നമ്മൾ നൽകുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ഒരു കാരണവശാലും തലേ ദിവസം പാചകം ചെയ്ത ഇത്തരം ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഇത്തരം ഭക്ഷണങ്ങൾ ഒരിക്കലും അവരുടെ ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കാതിരിക്കുക. ഇന്നത്തെ ആഹാരമാണ് നാളത്തെ ആരോഗ്യം. അവരിന്ന് എന്ത് കഴിച്ചോ അതിനനുസരിച്ചാണ് നാളത്തെ അവരുടെ ശരീരം, നാളത്തെ അവരുടെ ഓർമ്മശക്തി, നാളത്തെ അവരുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും എനർജി ഫുഡ് സെലക്ട് ചെയ്ത് നടക്കുന്ന പാരൻസാണ് ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത് അല്ലേ. ഉരുളക്കിഴങ്ങ് എല്ലാ ദിവസവും പൊരിച്ചു കൊടുക്കുന്നു, സോയാബീൻ എല്ലാ ദിവസവും പൊരിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ വെണ്ടയ്ക്ക എല്ലാ ദിവസവും പൊരിച്ചു കൊടുക്കുന്നു. ഈ 3 വിഭവങ്ങളാണ് കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ പറ്റും. ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ എന്ത് കൊടുക്കുന്നു എന്നും എങ്ങനെ കൊടുക്കുന്നു എന്നും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളതും ഇത് തന്നെയാണ്. അവരുടെ ഇന്നത്തെ ആഹാരമാണ് നാളത്തെ ആരോഗ്യം.